ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് റെഡിയാക്കി എങ്ങനെ എടുക്കാം, എങ്ങനെയാണ് അതൊന്ന് കറി വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞണ്ട് എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാനിത് കഴിച്ചിട്ടില്ല, എങ്ങനെ ഇത് ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതിന് എനിക്ക് താങ്ക്സ് പറയേണ്ടത് എൻ്റെ അനിയത്തിക്കാണ്, ഷിജിമോക്ക്. അവളാണ് എന്നെ ഞണ്ട് എങ്ങനെ തിന്നാം, എങ്ങനെ കറി വെക്കാം, എങ്ങനെ അത് വെട്ടിയെടുക്കാം ഇതൊക്കെ പഠിപ്പിച്ചത്. താങ്ക്സ് ടു ഷിജിമോ. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് ബാക്കിയൊക്കെ പഠിച്ച് നമ്മളിപ്പോൾ ഇതിപ്പോൾ മാസ്റ്ററായി നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, നോക്കാം. കാല് നമുക്ക് ആവശ്യമുണ്ട്. അതപ്പം ഈ മെയിൻ ആയിട്ടുള്ള ഇത് നമ്മൾ കളയത്തില്ല. നമ്മൾ കടയിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ഇതെല്ലാം എടുക്കും. പക്ഷേ ഇതിൻ്റെ ഈ പാർട്ടൊക്കെ ഇല്ലേ, ഇത് വേണ്ട കേട്ടോ, ഇത് നമുക്ക് കളയാം. ഇത് വേണ്ട, ഓക്കെ, ഇത് വേണ്ട. പിന്നെ വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം കേട്ടോ, നമുക്ക് കയ്യിലൊക്കെ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഈ ലാസ്റ്റ് പാർട്ടിൽ ഇതുണ്ടോ, ഈ ചിറകിൻ്റെ അടുത്ത്, അതിന് നമുക്ക് ഇത് വേണ്ട. ഓക്കെ, ഇത്രയും കളഞ്ഞു. അപ്പം അതിൻ്റെ കാലിൻ്റെ പകുതി ഭാഗം, അതായത് ഒരു ഞണ്ടിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് വലിയ ഞണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈ, അതായത് കൈ അതുപോലെ കാല്, അതിൻ്റെയൊക്കെ പകുതിയൊക്കെ മാംസമുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും കളയത്തില്ല. അപ്പോൾ അതിനകത്ത് വേണ്ടുന്നത് മാത്രം നമ്മൾ, പിന്നെ അതിൻ്റെ ഷെല്ല് നമ്മൾ കളയും. ഷെല്ലിനകത്തുള്ള അഴുക്കുണ്ട്, അതെല്ലാം നമ്മൾ കളയണം. വെള്ളം റണ്ണിങ് വാട്ടർ തന്നെ ഒഴിച്ച് കളയുന്നതായിരിക്കും ബെറ്റർ. മാംസം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ട് നമ്മൾ മൊത്തം ഇത് കളയണം കേട്ടോ. ഫുൾ ഇങ്ങനെ ഇത് നമ്മൾ കഴുകി റണ്ണിങ് വാട്ടർ കഴുകി കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടോ. ഇനിയും ഈ ഭാഗവും നമ്മൾ കളയണം അതേപോലെ തന്നെ. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത്ര നമ്മൾ റെഡിയാക്കി. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മളെടുക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ്, കണ്ടോ. വളരെ പെട്ടെന്നാണ് സംഭവം കണ്ടോ, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരെണ്ണം സെറ്റാക്കി. അപ്പം നമ്മൾ ഇത് കളയുമോന്ന്, ഇത് നമ്മൾ ഒരിക്കലും കളയത്തില്ല. ഇത് നമ്മൾ വെട്ടോത്തി കൊണ്ട് നമ്മൾ അതിൻ്റെ ഈ ഭാഗമില്ലേ ഇത് കട്ട് ചെയ്യണം. ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ രണ്ടായിട്ട് ഒടിച്ച്, ഇതിനകത്തെല്ലാം മാംസമുണ്ട്, ഇതൊന്നും കളയത്തില്ല കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതും എടുക്കും, ഈ സൈഡും നമ്മൾ എടുക്കും. നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി സെറ്റാക്കി ഇച്ചിരി നേരം വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇത് ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഓക്കെ, ഇതൊന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് മസാലകൾ എടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് കടുക് ഇടാം, തീ കൂട്ടി വെക്കാം. കടുകൊന്ന് കുറച്ചൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തോട്ട് ഒരു ശകല ഉലുവ ഇടണം കേട്ടോ. ഉലുവ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇച്ചിരി ഇടാം. ഓക്കെ, ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഇടണം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടി ഇടാം. പക്ഷെ നമുക്കിപ്പം സവാള ഇടുന്നില്ല, നമ്മൾ ചെറുള്ളി എടുത്തോണ്ട് നമ്മൾ അതേ ഇടുന്നുള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മളിതിലെടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയുണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് നമുക്കിതിനകത്ത് കൊടുക്കണം. ദൂരെ മാറിയിരിക്കണം, അതിന് പൊട്ടി തെറിച്ച് ദേഹത്തെല്ലാം വീഴും. നമ്മൾ എണ്ണയ്ക്ക് ഒരു കെസിക്കും കാണിക്കല്ല, പച്ച വെളിച്ചെണ്ണയിൽ എടുക്കണം കേട്ടോ. നമ്മൾ ഇനി വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ നന്നായിട്ട് എടുക്കണം. ഓക്കെ, ഇത് നന്നായിട്ടൊന്നായി വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ എടുത്തിരിക്കുന്ന പൊടികൾ ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടി, പിന്നെ ഇത് കുറച്ച് പിന്നെ കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. നമ്മൾ മുളക് പൊടി കുറച്ച് എടുത്തോളൂ കേട്ടോ, കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത്. ഇത് ഇട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടണം. ഓക്കെ, അപ്പോൾ ഏകദേശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് പൊടികളെല്ലാം ഇടാം. ഈ അവസരത്തിൽ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, അങ്ങനത്തെ ആ സംഭവം കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മളൊരു ശകലം വെച്ചേക്കണം, അത് നമുക്ക് പിന്നെ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 3-ാം പാൽ ഒഴിക്കണം. ഓക്കെ, ഇത് 3-ാം പാലാണ്, ഇത് നമ്മൾ ഇതിനകത്ത് ഒഴിക്കണം. തീ കൂട്ടി കൊടുക്കണം, 3-ാം പാൽ ഒഴിക്കണം.
അപ്പോൾ ഇതേ നമ്മൾ ഇതിനകത്ത് പുളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ്. നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. നമുക്കിത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം, ഇളക്കി അടിയിക്കട്ടെ. അപ്പം നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ ഞണ്ടിനെ നമ്മൾ ഇതിനകത്ത് പിറക്കിയിടുവാണ് ഗൈസ്. ഓക്കെ, നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് അത് നിറഞ്ഞ് മുങ്ങിക്കിടക്കണം കേട്ടോ. അപ്പോൾ ഈ മൂന്നാം പാൽ കുറച്ചൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാം പാൽ ഒഴിക്കും. അത് തിളച്ചെല്ലാം പറ്റി വന്നു കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീ ഓഫ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് അടച്ച് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ തിളച്ചങ്ങോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.